അപ്പോ കൺഗ്രാറ്റ്സ്. ഇൻട്രോ ഞാൻ വായിച്ചു, ഗംഭീരമായിട്ടുണ്ട്. യാതൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെയുള്ള ആ സ്റ്റാർട്ട് നന്നായിരിക്കുന്നു. ചേച്ചി ഇത് വായിച്ചോ? ഞാൻ എന്തൊക്കെയോ വെറുതെ, അതത്ര നന്നായിട്ടില്ല എന്ന് നീ പറഞ്ഞ പോരല്ലോ. എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എഴുതിയാൽ മാർക്കിടണ്ട. അത് വായിക്കുന്നവരുടെ ജോലിയാ. നിന്നെ ചുമ്മാ പ്രശംസിച്ചതല്ല ഞാൻ. തുടക്കം അസലായിട്ടുണ്ട്. അപ്പോ ഈ തുടക്കം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്ത് പറ്റി? എഴുതാനുള്ള മൂഡ് പോയോ? മൂഡിന്റെ പ്രശ്നമല്ല ചേച്ചി, എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ വേണമല്ലോ എഴുതാൻ. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ എന്റെ കാഴ്ചപ്പാടിൽ എന്റെ ജീവിതം ഇങ്ങനെയായതിന് ആരെയും തെറ്റു പറയാൻ തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ഇത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ ന്യായീകരണം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിതം അവരുടേതായിരിക്കുമെന്ന് എല്ലാവരും ക്ലെയിം ചെയ്യും. അത് ശരിയായിരിക്കുമെന്ന് ചിലപ്പോഴൊക്കെ നമുക്കും തോന്നും. അവരുടെ മുന്നിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിലും ന്യായീകരണമില്ലാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോ നമ്മളായിരുന്നു അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയതെന്ന്? ഒരിക്കലും അല്ല. വീട്ടുകാരോടായാലും നാട്ടുകാരോടായാലും നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു, പക്ഷെ അതുപോലെ ഞങ്ങളുടെ ജീവിതം ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന്. എന്താ അപ്പോ? അതല്ലേ സത്യം? ശരിയാ ചേച്ചി പറഞ്ഞത്. അവരവരുടെ ജീവിതം ജീവിച്ചതുമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചതുമില്ല. അപ്പോ ന്യായീകരണമില്ലാതെ പോകേണ്ടത് നമുക്കല്ല, അവർക്കാണ്. അതാണ് നീ നിന്റെ എഴുത്തിലൂടെ അറിയാനും അറിയിക്കാനും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പോൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ. നിനക്ക് സത്യമെന്ന് തോന്നുന്നതെല്ലാം ആത്മധൈര്യത്തോടെ എഴുതൂ. ഞാൻ ശ്രമിക്കാം ചേച്ചി. അപ്പോ നീ എവിടെയാ? അപ്പോ എന്തിനാ നീ അമ്മയോട് പിണങ്ങിപ്പോയത്? സത്യമായിട്ടും നീ കരുതുന്ന പോലെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ചു പറഞ്ഞു. അത് നിന്നെ എത്രമാത്രം ഹേർട്ട് ചെയ്യുമെന്ന് അമ്മ ഒരിക്കലും കരുതിയില്ല. എന്നോട് ക്ഷമിക്ക്. നീ എവിടെയാണെന്ന് എന്നോട് നന്ദൻ പറഞ്ഞില്ല. എവിടെയാണെങ്കിലും നീ സുരക്ഷിതയായിട്ടുണ്ടെന്ന് അമ്മ വിശ്വസിച്ചോട്ടെ. അമ്മയോട് ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ എന്നെ നിനക്കൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്തുകൂടെ? അപ്പോ അപ്പു, ഹലോ അമ്മ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? മോളെ അപ്പു, ഇത് ഞാനാ, അച്ഛനാ മോളെ. അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് മോളെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു അല്ലേ? ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞതാ
ഇതൊന്നും മോളെ അറിയിക്കണ്ടെന്ന്. നീ എന്താ അച്ഛനെ വിളിക്കായിരുന്നത്? മോളെ അപ്പു, എന്താ നീ ഒന്നും മിണ്ടാത്ത? ഇത് അച്ഛനാണ്. അച്ഛനോട് എന്തെങ്കിലും ഒന്ന് പറ മോളെ. അച്ഛനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അച്ഛൻ്റെ അസുഖമൊക്കെ ഭേദമായി. ഡോക്ടർ വന്നാ ഉടനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ നിനക്ക്? എന്താ വി പി, ആരാ വിളിക്കുന്നേ? അപ്പുവാടോ, ഞാൻ ഹോസ്പിറ്റലാണെന്ന് താൻ അവളോട് പറഞ്ഞു അല്ലേ? നീ തന്നെ ഫോണിങ് എടുത്തേ. ഞാൻ സംസാരിക്കട്ടെ. ഹലോ 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 അമ്മ. കേക്കാൻ വയ്യ. ഹലോ താനെന്തിനാ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചത്? അട്ടിപ്പറിച്ചെന്നോ? ആര്? വി പിക്ക് വെറുതെ തോന്നിയതാ. അവളെന്താ തന്നോട് സംസാരിക്കായിരുന്നു? ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. എനിക്ക് കേൾക്കായിരുന്നല്ലോ. താൻ ഒന്നോട് വിളിച്ചു നോക്ക്. അവൾ കുറച്ചേം ഇങ്ങോട്ട് വിളിച്ചോളൂ. വി പി കിടക്കാൻ നോക്ക്. ഹലോ ഹലോ അപ്പു, നീ നേരത്തെ വിളിച്ചപ്പോ ഞാൻ വാഷ്റൂമിലായിരുന്നു. അതാ അച്ഛൻ ഫോൺ എടുത്തത്. ഞാൻ ആ വോയിസ് കേട്ടപ്പോ പെട്ടെന്ന് വിളിക്കണം തോന്നി, അതാ വിളിച്ചേ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടത്. നീ അസമയത്ത് വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പു. ഞാൻ വിളിച്ചത് കുഴപ്പമായോ അമ്മ? ആയേനെ, ആ സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ. ഫോൺ പിടിച്ചു വാങ്ങിന് വി പി ഇപ്പോഴും എന്നോട് പിണങ്ങിക്കിടക്കുക. ഇപ്പോഴാളൊന്ന് മയങ്ങിയത്. അതാ ഞാനിപ്പോൾ നിന്നെ തിരിച്ചു വിളിച്ചത്. വി പിക്ക് ഇപ്പം എങ്ങനെയുണ്ടമ്മ? വി പി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. നന്ദൻ സാർ പറഞ്ഞു എന്നോട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അപ്പൂ. വി പിക്ക് പാർഷ്യൽ മെമ്മറി ലോസാ. നീയും ആളും ഇപ്പോഴും കോളേജിലുള്ള കാര്യം വരെ വി പിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് സംഭവിച്ചതൊന്നും വി പിക്ക് അറിയില്ല. എങ്ങനെയാ വി പി സ്റ്റേജിൽ എത്തിയെന്ന് പോലും. അതുകൊണ്ട് നിന്റെ കാര്യമൊന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ല അപ്പൂ. ഇനി മനസ്സിന് താങ്ങാൻ പറ്റാത്തൊന്നും വി പിയോട് ഷെയർ ചെയ്യരുതെന്ന് ഡോക്ടറുടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിന്റെ കാര്യം ഇപ്പോഴൊന്നും വി പി അറിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൂ. 100 കള്ളങ്ങൾ പറഞ്ഞാ ഞാൻ ഇവിടെ ഓരോ ദിവസവും പിടിച്ചു നിൽക്കുന്നത്. വി പി ഇന്ന് വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചപ്പോഴേ എനിക്ക് എന്തോ ഒരു അപകടം മണത്തിരുന്നു. നീ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരു വിധവ ഞാൻ വി പിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയത്. അപ്പോ വി പി ഇനിയും ചിലപ്പോൾ നിന്നെ ഫോൺ ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം വിളിപ്പിച്ചെന്ന് ഇരിക്കും. അറിയാതെ പോലും നിന്റെ നാവിൽ നിന്ന് ഒന്നും വീഴാതെ നോക്കണം. കഴിവതും നീ ഇങ്ങോട്ട് വിളിക്കാതിരുന്നാ മതി. ഇല്ലമ്മ, ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കില്ല. അതാ നല്ലത്. ഇതുപോലെ അവസരം ഒത്തുവരുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. വേണ്ടമ്മ, അതും വേണ്ട. അച്ഛൻ ഓക്കെ ആവട്ടെ ആദ്യം. എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ വക്കീലിനോടോ മാളുവിനോടോ പറഞ്ഞാൽ മതി. ശരി അമ്മ, ബൈ.
അയ്യോ അപ്പു, അയ്യോ മോളെ അപ്പു. എന്ത് പറ്റി? എന്താ VP? എന്ത് പറ്റി? സ്വപ്നമെല്ലാം കണ്ടോ? ഓ ഗീത, ഞാൻ അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ചീത്ത സ്വപ്നം കണ്ടു. അവക്ക് ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗീത? കുട്ടികളെല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുന്ന പോലെയും പരിഹസിക്കുന്ന പോലെയും അങ്ങനെ എന്തൊക്കെയാണ് കണ്ടത്? VP വെറുതെ ഓരോന്നോർത്ത് കിടന്നിട്ടാവും. അതാ ഇങ്ങനെ ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞതൊന്നും ഓർത്തെടുക്കാൻ വല്ലാതെ സ്ട്രെയിൻ ചെയ്യരുതെന്ന്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഓ, എന്ത് ഭയാനകമായിരുന്നു ഗീത അത്. അവൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അവൾ അവിടെ സേഫാണ്. ഒന്നും ആലോചിക്കണ്ട. VP കിടക്ക്. കിടന്നാലേ ഇനി ഉറക്കം വരില്ല ഗീത. അപ്പൂനൊന്ന് നേരിൽ കാണാതെ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല. എടോ, താൻ അവളെ ഒന്ന് വിളിക്ക്. എനിക്ക് അവളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കണം. ഇപ്പോഴോ? ഈ രാത്രിയിലോ? അത് വേണ്ട VP. സാരമില്ല, അവളെ ഒന്ന് വിളിക്ക്. സേഫാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എന്റെ VP, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ അവിടെ ഹോസ്റ്റലിൽ ഹാപ്പിയാണ്. എവിടെയാ അവളുടെ ഹോസ്റ്റല്? എന്താടോ, അവളുടെ ഹോസ്റ്റൽ എവിടെയാണെന്ന് തനിക്കും അറിയില്ലേ? അത് എറണാകുളത്താ. ഓ, എറണാകുളത്താണോ? എന്തായാലും താൻ അവിടെ നിന്ന് വിളിക്കടോ. എന്തോ ഒരു അപായ സൂചന പോലെ തോന്നി എനിക്ക്. അതുകൊണ്ടാ. തനിക്ക് വയ്യെങ്കിൽ എൻ്റെ ഫോണിങ് താ. അവളുടെ നമ്പർ അതിലുണ്ടല്ലോ. VPയുടെ ഫോൺ വീട്ടിലാ. എന്നാ താനൊന്ന് വിളിക്കേ പ്ലീസ്. അപ്പുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്താ അവളിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? അവൾക്ക് എക്സാം ആണ് VP, അതുകൊണ്ടാവും. VPനെ അതേക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. കിടക്കാൻ നോക്ക്. നമുക്ക് നാളെ അവളെ വിളിക്കാം. നാളെ അവളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. എനിക്ക് അവളോടൊന്ന് സംസാരിക്കുകയും വേണം. ശരി, സമ്മതിച്ചു. വിളിക്കാന്നേ. VP ഇപ്പൊ കിടക്ക്. അതെ, ഓർക്കം വരുന്നില്ലെങ്കിലേ പണ്ട് അമ്മ ചൊല്ലിത്തരുന്ന ശ്ലോകം ഇല്ലേ, അത് മനസ്സിൽ ഓർത്ത് കിടക്ക്. അത് തനിക്ക് തന്നെ അറിയാം. അത് VPനോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ശരിയാ, ഞാൻ മറന്നതാ. താനത് ഓർമ്മിപ്പിച്ചത് കാര്യമായി. ഭഗവാനെ. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്കണ്ട അശ്വതി. മുരളി വരുന്നത് വരെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ ഒടുക്കം സൂചി കൊണ്ടെടുക്കേണ്ടത് കോലുകൊണ്ടെടുക്കേണ്ട അവസ്ഥയാവും. പറഞ്ഞേക്കാം. ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? ആ, അപ്പൊ ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചോന്ന് നിന്റെ തലയിലോട്ട് കേറിയില്ലേ? അതെ, ആദ്യം നീ മാളുവിനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കും. അവര് തമ്മിൽ എന്താ പ്രശ്നമെന്ന് നീ വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കണം. ഞാൻ അതിന് ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ അമ്മേ. എത്ര ചോദിച്ചിട്ടും ആളും ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ലല്ലോ. അവളൊന്നും തുറന്നു പറയുന്നില്ലെന്ന് വെച്ച് നീയും കൂടി ഇതങ്ങ് വിട്ടുകളയുന്ന ബുദ്ധിയാണോ അശ്വതി? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യ. നമ്മളെപ്പോലെ ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല. വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള കാഴ്ചപ്പാടായിരിക്കും അവരുടേത്. അങ്ങനെ വന്നാലും പേരുദോഷം ആർക്കാ? നമ്മുടെ കൊച്ചിനായിരിക്കുവേ. ഇങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ടീച്ചറിനും അവരുടെ മോനും നഷ്ടപ്പെടാനൊന്നുമില്ല. സംഗതി കൈവിട്ടു പോയെന്ന് മനസ്സിലായാല് ചെറുക്ക മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. 2-3 കൊല്ലം അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി ജോലി നോക്കിയിട്ട് വന്നാ കഴിഞ്ഞതെല്ലാം മറന്ന് അവനെ കൈവെള്ള ചുമന്നുകൊണ്ട് നടക്കാൻ ആൾക്കാരും കുടുംബക്കാരും ഉണ്ടാവും. അതുപോലെയല്ല നിന്റെ കൊച്ചിന്റെ കാര്യം. അതും മറന്നു പോകരുത്. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുവാണോ?
ഉള്ള ഭ്രാന്തിനി കൂടാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. നിനക്ക് ചോദിക്കാൻ വയ്യുന്നുണ്ടെങ്കിലേ ഞാൻ അവളോട് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നീ ആയിട്ട് അത് സമ്മതിക്കില്ല. അമ്മ ചോദിക്കണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം. ചോദിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഗണപതി കല്യാണം പോലെ നീട്ടി വെച്ചിട്ട് കാര്യമില്ല പെണ്ണേ. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടറിഞ്ഞൊരു തീരുമാനമാക്കണം. നീ ഇതെങ്ങോട്ടാ മാളു? ഹോസ്പിറ്റലിലേക്ക് പോവാമേ. അവിടെ ഗീതാന്റെ തനിച്ചല്ലേ ഉള്ളൂ. ഞാനും കൂടി ഉണ്ടെങ്കിൽ ആന്റിക്ക് ഒരു സഹായമാവുമല്ലോ. ഗീതയുടെ സഹായത്തിന് അപ്പുല്ലേ അവിടെ? അപ്പു സ്ഥലത്തില്ല മുത്തശ്ശി. ആ അപ്പു പിന്നെ എങ്ങോട്ട് പോയി? അപ്പുവിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്താ. ആഹാ, അത് കൊള്ളാം. തന്ത ചാകാറായ ആശുപത്രി കിടക്കുന്നു, മോള് കൂട്ടുകാരുമായിട്ട് മേളിച്ച് നടക്കുന്നു. അല്ല, അല്ലേലും അത് അവിടെ ലക്ഷണക്കേടായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അതിനെ പണിക്കർക്ക് ദൃഷ്ടിക്ക് കണ്ടുകൂടല്ലോ. ഞാൻ പോയിട്ട് വരാമേ. ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ അങ്ങോട്ട് പോയി ചോദിക്കുമെന്നെ. മാളു, ഒന്ന് നിന്നേ. ജോബിൻ പിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ നിന്റെ ഉദ്ദേശം മാളു? ഈ പിണക്കം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണോ? അതിന് എനിക്കാരോടും ഒരു പിണക്കവും ഇല്ലല്ലോ അമ്മേ. തമാശ കളി നിർത്തും മാളു. ബി സീരിയസ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ചിലർ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ 1-2 ദിവസത്തിനപ്പുറം അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതിനല്ല. നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആദ്യമൊക്കെ അതെന്തെങ്കിലും സില്ലി കാര്യമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലെന്ന് നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, എന്തെങ്കിലും ഗൗരവമുള്ള കാര്യത്തിനാണ് നിങ്ങളുടെ ഈ പിണക്കമെങ്കിൽ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതിയാവും. അതിനിപ്പോ ജോബിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായില്ലെങ്കിൽ കൂടി നീ ആയിട്ട് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം മാളു. എന്തൊക്കെയായാലും ഇത് നിന്റെ ലൈഫിന്റെ കാര്യമല്ലേ? എന്റെ ലൈഫിന്റെ മാത്രം കാര്യമല്ലല്ലോ അമ്മേ. ആ വിചാരം എന്റെ ഒപ്പം ജീവിതം പങ്കിടുന്ന ഒരാൾ കൂടി തോന്നേണ്ട കാര്യമല്ലേ? അങ്ങനെ ഞാൻ മുൻകൈ എടുത്ത് പരിഹരിക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. തെറ്റിപ്പോ ആരുടെ ഭാഗത്തായാലും കുഴപ്പമില്ല മോളെ. എപ്പോഴും നമ്മൾ പെണ്ണുങ്ങളാ ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകേണ്ടത്. അതൊക്കെ പണ്ടായിരുന്നു മുത്തശ്ശി. ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് വിഴുപ്പ് ചുമക്കേണ്ട കാര്യമൊന്നും ഒരു പെണ്ണിനും ഇല്ല. മാളു, ആരും എന്നെ നിർബന്ധിക്കണ്ട അമ്മ. നന്നായി ആലോചിച്ചിട്ട് തന്നെ ഞാനിത് പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് ഡോക്ടർ പറയട്ടെ, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് എന്റെ ഒപ്പം ജീവിക്കട്ടെ. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ഞാണിന്മേൽ കളിക്ക് നിന്നു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഇനി ഇതിന്റെ പേരിൽ ഇവിടുന്ന് ആരും പോയി ഡോക്ടറുടെ കാല് പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ആരും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അതോർത്തോ. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ അശ്വതി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ?